മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു മഞ്ചൂറിയൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നേരത്തെ ഞാനൊരു ക്യാബേജ് മഞ്ചൂറിയൻ ഇട്ടിട്ടുണ്ട്, അത് കാണേണ്ടവർക്കെല്ലാം കാണാം. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടൊരു മഞ്ചൂറിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ടറായിട്ട് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കിലോൻ്റെ ഒരു ഫ്ലവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. അല്ലേ, ഇതിൻ്റെ പകുതിയാണ് നമ്മളത് എടുക്കുന്നത്. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ പകുതി നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കാം. എല്ലാം നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. താണ്ട നല്ല ചൂട് വെള്ളമാണിത്, നല്ലപോലെ ചൂടാക്കണം. പിന്നെ ഞാൻ ഇതിലിട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ. നല്ലപോലെ ചൂടായ വെള്ളമായത് ആവി പറക്കുന്നുണ്ടാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് അതിലേക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേണം, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്ലവർ മുക്കി വയ്ക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കാണിത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചൂടുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് ഞാൻ കൈ ഇടാൻ പറ്റത്തില്ല, കൈ പൊള്ളും. ഞാനതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുക. ഇനി നമുക്കിത് ഈ അരിപ്പയ്ക്കകത്തേക്ക് ഒഴിക്കാം. എൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് പൊടിച്ചെടുക്കണം, ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. അതിന് നമുക്ക് ജാറിൽ 1-2 കറക്ക് ഇറക്കി കൊണ്ടുവരാം. വേണ്ട, ജാറിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. വേണ്ട, ചെറിയ ചെറിയ പീസുകളായി. ഞാനിത് ഒന്നിച്ചങ്ങ് ജാറിലിട്ട് കറക്കി എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് കറക്കി എടുത്താൽ മതി വണ്ണിലിട്ട്. അതല്ലെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തും എടുക്കാം. എന്തായാലും ചെറിയ പീസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കോൺഫ്ലവർ, ചോളപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് മല്ലിയില. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിടുക. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഫ്ലവർ ഇടാം ഇതിലേക്ക്, പൊടിച്ച് വെച്ച്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ട, 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നത്. അന്നേരം ഇത് പൊരിച്ചെടുക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഈ കോളിഫ്ലവർ വെച്ചൊക്കെ എന്തെങ്കിലും തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ട, നമ്മളിത് കുഴച്ചിട്ടുണ്ട്. കുഴച്ച് റെഡി. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി വെക്കാൻ. ഇത്രയും വെള്ളം മതി കേട്ടോ. കോളിഫ്ലവറിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് ചട്ടി അടപ്പേ വെച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇതിൽ നിന്ന് നുള്ളി അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അതാ ഇതുപോലെ ഇത്രച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടുന്ന ഉടനെ ഇളക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് പൊരിയട്ടെ. നല്ല ഗോൾഡൻ ക്രിസ്പി ആവുന്ന വരെ ഇതൊന്ന് പൊരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പൊരിക്കാൻ. ഇവിടെ ഗോൾഡൻ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിഞ്ഞ് പോരാം.
നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചു പോകാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. കോളിഫ്ലവർ മഞ്ചൂറിയൻ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഇതാ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ് തയ്യാറാക്കാൻ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.